പ്രിയരെ, ഉടലെന്ന ആലയത്തിന് പുറത്ത് ദൈവം കൊളുത്തിയതായ മൺചിരാതുകളാകുന്നു നമ്മുടെ കണ്ണുകൾ. മനുഷ്യൻ്റെ ജീവനും മരണവും വാത്സല്യവും പ്രണയവും സ്നേഹവുമൊക്കെ അന്തിയുറങ്ങുന്നത് നമ്മുടെ കണ്ണുകളിലാണല്ലോ. ഒരാൾ പറയുന്നതിൻ്റെ സത്യം പോലും ഉറപ്പിക്കണമെങ്കിൽ അയാളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ മതി. എന്തിനേറെ പറയുന്നു, ഒരാളുടെ മരണം ഉറപ്പിക്കുവാൻ പോലും സൂക്ഷിച്ചു നോക്കുന്നത് അയാളുടെ കണ്ണുകളിലല്ലേ. കണ്ണ് അത്രമേൽ ശരീരത്തിൻ്റെ വിളക്കാകുന്നുവല്ലോ. ആ വിളക്ക് അണഞ്ഞുപോയതായ പിറവിക്കുരുടനെ നസ്രാനായ ക്രിസ്തു സൗഖ്യമാക്കുന്നുവല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ മണ്ണ് കുഴച്ചു. വീണ്ടും ദൈവപുത്രൻ മനുഷ്യൻ്റെ വൈകല്യം അകറ്റുവാനായി രണ്ടാമതും മണ്ണ് കുഴയ്ക്കുകയാകുന്നു. ഇനി അവന് ശീലോഹാവിലെ ഒരു കഴുകിൽ മാത്രം ആവശ്യമുള്ളൂ. കണ്ണു തുറന്ന് ദൈവത്തെ കാണാം. എന്തൊരു ഭാഗ്യമാണ് ആ മനുഷ്യന്! ആദ്യമായി കാണുന്നത് തന്നെ ദൈവത്തെയാകുന്നു. നമ്മുടെ ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടു ഉറങ്ങുവാനും ഉണരുവാനും കഴിയുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്ന ഒരു ചിന്ത ശ്രദ്ധേയമാകുന്നു. നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്ന കൂട്ടരാകുന്നു നമ്മൾ. നമ്മുടെ കണ്ണുകളിൽ നിന്നും സ്നേഹവും ആർദ്രതയുമൊക്കെ പടിയിറങ്ങിയതിനെ ഓർത്ത് നമുക്ക് നോമ്പിൽ പശ്ചാത്തപിക്കാം. കാണാൻ പാടില്ലാത്ത എന്തോരം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ആവശ്യമുള്ളതിനെ കണ്ടില്ലെന്ന് നടിക്കുവാനും നമ്മൾ ശ്രമിക്കുന്നില്ലേ? കൂട്ടം വിട്ടുപോയ ആ ഒരു ആടിൻ്റെ മേലും ഒരു കണ്ണുണ്ടാകണമെന്ന് ആ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിന് ഇടത് ഭാഗത്തേക്ക് മനുഷ്യരെ മാറ്റി നിർത്തുന്നത് പോലും ചിലതൊക്കെ കാണാതെ പോയതിനാലാകുന്നു. നഗ്നനും രോഗിയും പരദേശിയും കാരാഗ്രഹവാസിയുമായിരുന്ന മനുഷ്യരെയൊക്കെ കാണാതെ പോയില്ലേ? ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം, നന്നായി കാണുവാനായി ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വേദം നമ്മെ നിരന്തരം ഓർപ്പിക്കുന്നത് ഈ കണ്ണാകുന്ന വിളക്കിനെ കുറിച്ചാകുന്നു. ഈ വിളക്കൊക്കെ അണഞ്ഞു പോയാൽ പിന്നീട് എത്ര പരിതാപകരമാകുന്നു നമ്മുടെ ജീവിതം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള സകല വികാരങ്ങളുടെയും ജാലകമാകുന്നു അവൻ്റെ കണ്ണ്. നമ്മുടെ നോട്ടം ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാനും കഴിയുമെന്ന് ക്രിസ്തു നമ്മോട് സൗമ്യമായി മന്ത്രിക്കുന്നില്ലേ? ആത്മനിന്ദയോടുകൂടെ മറഞ്ഞു നിന്നതായ പത്രോസിനെ പോലും വീണ്ടെടുത്തത് ആ ചെറുപ്പക്കാരൻ്റെ നോട്ടമായിരുന്നു. ആ നോട്ടം അകന്നുപോയ ആ മനുഷ്യനെ പോലും എത്ര ആർദ്രമായി തിരികെ കൊണ്ടുവന്നു. നമ്മുടെ കാഴ്ചകൾ നന്നാകുമ്പോൾ പലരും മടങ്ങി വരും, സംശയമില്ല. ഏദനിൽ ദൈവത്തിൻ്റെ കണ്ണ് പോലെ സുന്ദരമായി എല്ലാം നല്ലതെന്ന് കാണുവാൻ ഓരോ ദിവസവും നമുക്ക് കഴിയട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിരന്തരം നിന്റെ സ്നേഹമാകുന്നതായ അഞ്ജനം ഞങ്ങളുടെ കണ്ണുകളിൽ എഴുതണമേ എന്ന്. കണ്ണിൽ സ്നേഹത്തിൻ്റെ മഷി കൊണ്ട് എഴുതിയാൽ നമ്മുടെ കാഴ്ചകൾ ഒത്തിരി മനോഹരമായിരിക്കും. എവിടെയോ വായിച്ചു കേട്ടതായ ഹെൻറി ന്യൂമാൻ്റെ ആ ചെറുകഥ നമുക്ക് ഓർമ്മിക്കാം. ഒരു കുറ്റക്കാരനായ ബാലൻ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നു. അവൻ്റെ കള്ളത്തരമൊന്നും മനസ്സിലാക്കാതെ ആ ഗ്രാമവാസികൾ അവനെ സ്വന്തമായി സ്നേഹിക്കുന്നു. ഏറെ വൈകും മുമ്പ് തന്നെ പട്ടാളക്കാർ അവനെ തിരക്കി ആ ഗ്രാമത്തിൽ എത്തുകയും അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവനെ വിട്ടുതരണം, അല്ലെങ്കിൽ ആ ഗ്രാമം നശിപ്പിക്കുമെന്ന് പട്ടാളക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രാമവാസികൾ ഏറെ സങ്കടത്തോടു കൂടി അവിടുത്തെ പുരോഹിതനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആ പുരോഹിതൻ ദേവാലയത്തിൽ കയറി ഒരു ചുരുളെടുത്ത് ഇപ്രകാരം അവരുടെ മുൻപാകെ വായിക്കുന്നു: ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് എത്ര നല്ലത് എന്ന് വായിക്കുന്നു. മഞ്ഞിലൂടെ അവനെ ആ പട്ടാളക്കാർ വലിച്ച് ഇഴച്ചുകൊണ്ടു പോകുന്നു. പക്ഷേ ആ പുരോഹിതൻ ഭവനത്തിലെത്തി വീണ്ടും കുറ്റബോധത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവനെ ഓർത്ത്. ദൈവം അവനോട് സൗമ്യമായി പറയുന്നുണ്ട്, നീ ആ പുസ്തകത്തിൽ നോക്കിയ സമയത്ത് അവൻ്റെ കണ്ണുകളിൽ
നോക്കിയായിരുന്നെങ്കിൽ അവനെ മരണത്തിനായി വിടുകയില്ലായിരുന്നു. വീണ്ടെടുപ്പിനായി നമ്മുടെ കാഴ്ചകൾ മാറട്ടെ. സൗഖ്യത്തിൻ്റെ ശീലോഹമായി ബലിപീഠം അവൻ്റെ തിരുശരീര രക്തങ്ങളുമായി നമ്മെ കാത്തിരിപ്പുണ്ട്. ആമേൻ.